ഒരു 6% ഇൻട്രസ്റ്റാണ് ഒരു മ്യൂച്വൽ ഫണ്ടാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 കോടി രൂപയ്ക്കും മുകളിലായിരിക്കും. 1 ലക്ഷം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 കോടി രൂപയ്ക്ക് മുകളിലായിരിക്കും. മറിച്ച് 30% റിട്ടേൺസ് പറഞ്ഞ ഒരു ഷെയർ ഇത് മ്യൂച്വൽ ഫണ്ടിലിട്ടാണെങ്കിൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 13.79 ലക്ഷം രൂപയ്ക്കും റിട്ടേൺസ് ആയിട്ട് കിട്ടണത്. സോ സ്റ്റോക്ക് ആകുമ്പോൾ നമ്മൾ കുറച്ച് പഠിച്ചിട്ട് വേണം നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് നല്ലൊരു റിട്ടേൺസ് കിട്ടാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് സ്റ്റോക്കിലാണ്. മ്യൂച്വൽ ഫണ്ടിലാണെങ്കിൽ റിസ്ക് കുറവാണ്, നമുക്ക് എന്തായാലും ഉറപ്പായിട്ടും റിട്ടേൺസ് കിട്ടും. സോ സ്റ്റോക്ക് വേണോ ഷെയർ മാർക്കറ്റ് വേണോ എന്ന് രണ്ടായാലും നമ്മൾ കുറച്ച് പഠിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു ഹൈ റിട്ടേൺസ് കിട്ടുന്ന ഒരു ഫീൽഡാണ് സ്റ്റോക്ക് മാർക്കറ്റും മ്യൂച്വൽ ഫണ്ടും. സോ നല്ല സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ഇനി അങ്ങോട്ട് ഞാൻ ഒരു 10 വർഷത്തിനുള്ളിൽ 1000 രൂപയ്ക്ക് മുകളിൽ റിട്ടേൺസ് പറഞ്ഞാൽ നല്ല സ്റ്റോക്കിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യണതായിരിക്കും.